വരാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കലുഷിതമാവുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം. പുത്തൻ രാഷ്ട്രീയ താരോദയം അതിന്റെ എല്ലാ സാധ്യതകളോടും കൂടി വെളിവായ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ടി.വി.കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുമേന്തി നടൻ വിജയ് നിൽക്കുകയാണ്. രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ വിജയുടെ ഉദയം DMK, AIDMK, BJPയുടെ നേതൃത്വത്തിലുള്ള NDA തുടങ്ങിയ പ്രബലരായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് വിജയ് ആരുടെയെങ്കിലും പക്ഷം ചേരുമോ എന്ന ചോദ്യം അതിന്റെ ഉച്ചസ്ഥായി കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ടി.വി.കെ സംഘടിപ്പിച്ച രാഷ്ട്രീയ റാലിയിൽ തിങ്ങിക്കൂടിയ 30,000-ലധികം പേരിൽ 41 പേർ മരണത്തിലേക്ക് തള്ളിവിടപ്പെടുകയും 50-ലധികം പേർ പരിക്കേറ്റ് കിടപ്പിലായതും വിജയിലെ രാഷ്ട്രീയ പ്രവർത്തകന് അപ്രതീക്ഷിതമായി കിട്ടിയ വലിയ അടിയായി മാറിയിരിക്കുകയാണ്. മരണങ്ങളുടെ ഉത്തരവാദിത്തം ഭരണകക്ഷിയുടെ പോലീസ് സേനയ്ക്ക് മേൽ വയ്ക്കാനുള്ള ടി.വി.കെയുടെ വ്യഗ്രതയും ദുരന്തത്തിന് ശേഷം അത്യാവശ്യമായ ഇടപെടലുകൾ നടത്താതിരുന്നതുമൊക്കെ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴകളായി മാത്രമേ പൊതുസമൂഹം കാണുന്നുള്ളൂ. കരൂരിലുണ്ടായ ഈ ദുരന്തത്തെ തുടർന്ന് വിജയുടെ സിനിമാ സ്റ്റൈൽ രാഷ്ട്രീയ പ്രവേശത്തിന്റെ തിളപ്പ് അല്പം തണുപ്പിച്ചിട്ടുണ്ട്. എങ്കിലും തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തന്റെ മാത്രം ഉത്തരവാദിത്തമായി കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അതിഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിജയുടെ തീരുമാനം. പൊങ്കൽ കാലത്ത് വലിയ ഓളമുണ്ടാക്കി പുറത്തിറങ്ങാനിരുന്ന തന്റെ അവസാന സിനിമയും ആരുടെയൊക്കെയോ ഇടപെടലുകൾ മൂലം സംഭവിക്കാത്തതും അതുമൂലമുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പഴിചാരലുകളും വലിയ ക്യാൻവാസിൽ തന്നെ ഇപ്പോൾ പൊതുജനം കാണുകയാണ്. സിനിമയുടെ കാര്യത്തിൽ തമിഴ് കക്ഷികളെല്ലാം വിജയ്ക്കെതിരെ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന കേന്ദ്രത്തിന്റെ അനാവശ്യ ശത്രുതാ മനോഭാവം സഹതാപത്തോടെ കാണുന്നുണ്ട്. ചിലരെങ്കിലും വിജയുടെ ആശങ്കയിൽ പങ്കുചേരാൻ ശ്രമിക്കുന്നുമുണ്ട്. എങ്കിലും രാഷ്ട്രീയ വൈരം ദിനംപ്രതി വളരുന്നു എന്ന് കാണാനാകും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത് നോക്കിക്കണ്ടാൽ അത് സ്വാഭാവികം എന്ന് തന്നെ കരുതേണ്ടിയും വരും. വിജയുടെ മുന്നിൽ പക്ഷേ സംഘർഷഭരിതമായ ദിനങ്ങളാണ് ഇനി എന്നതിൽ തർക്കമില്ല. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിജയെ 2ാം തവണയും CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ജനുവരി 12-നായിരുന്നു ഇതിനു മുമ്പ് നടനെ ചോദ്യം ചെയ്തത്. അന്ന് 6 മണിക്കൂറോളം നീണ്ടുനിന്നു ചോദ്യം ചെയ്യൽ. തുടർന്ന് ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കരൂർ ദുരന്തത്തിന്റെ കുറ്റപത്രത്തിൽ പ്രതിയായി വിജയുടെ പേര് എഴുതി ചേർക്കപ്പെടുമോ എന്നതാണ് ആ ചോദ്യം. അടുത്ത മാസം, അതായത് ഫെബ്രുവരിയിൽ CBI കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വിജയ് പ്രതിസ്ഥാനത്തുണ്ടാകും എന്ന് വേണം കരുതാൻ. കരൂരിൽ ദുരന്തം നടന്ന ദിവസത്തെ റാലിയെ അഭിസംബോധന ചെയ്യാൻ വിജയ് എത്തിയത് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തേക്കാൾ 7 മണിക്കൂർ വൈകിയാണ്. ആ കാരണത്താൽ തന്നെ കൂടുതൽ ജനങ്ങൾ റാലി സ്ഥലത്തെത്തിയെന്നും 10,000 പേർ വരുമെന്ന് കരുതിയ പരിപാടിയിൽ 30,000-ലധികം പേർ വന്നു എന്നുമാണ് ആരോപണം. ഈ അനിയന്ത്രിതമായ വർധന തിക്കിലും തിരക്കിലും കലാശിച്ചതുമായാണ് റിപ്പോർട്ട്. കരൂരിലെ റാലിക്ക് നൽകി എന്ന് പറയപ്പെടുന്ന അനുമതി എവിടെ നിന്നും വന്നുവെന്നും റാലി സംഘടിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു എന്നുമൊക്കെ അന്വേഷണ സംഘം കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രതി ചേർക്കപ്പെട്ടാൽ വിജയുടെ പേര് തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പമായിരിക്കും ഉണ്ടാവുക. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കപ്പെടുക. വിജയെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ ടി.വി.കെയുടെ ഭാവിയെ അത് ബാധിക്കുമോ? തിരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇത്തരം നീക്കങ്ങൾക്ക് ഗൗരവമേറും. ഫെബ്രുവരിക്കു ശേഷം വിജയുടെയും ടി.വി.കെയുടെയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.